ഹലോ ഇറ്റ്സ് മീ ശ്രുതി. അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്ക് വെള്ളത്ത് എങ്ങോട്ടാണ് പോകുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് വേറെ എങ്ങോട്ടുമല്ല, ഈദ് ഹോളിഡേയ്സിന് കസിൻസ് എല്ലാവരും വന്ന സമയത്ത് ഞങ്ങൾ ദുബായ് സഫാരി പാർക്ക് ആൻഡ് റിസോർട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നായിരുന്നു ഡിസിഷൻ എടുത്ത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ദേ ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു സത്യം മനസ്സിലാക്കിയത്, ആക്ച്വലി ബസ് ടിക്കറ്റ് എടുക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഹോൾ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓൾ ദി ടിക്കറ്റ്സ് വേ സോൾഡ് ആണ്. പിന്നെ ഞങ്ങൾ ദുബായ് സഫാരി ടിക്കറ്റ് എടുത്തു. 50+ ടാക്സാണ് അതിൻ്റെ ചാർജ്. അങ്ങനെ ഞങ്ങളിത് അതിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആ ഷോപ്സൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഫസ്റ്റ് ആഫ്രിക്കൻ വില്ലേജിൽ പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ആഫ്രിക്കൻ വില്ലേജിൽ പോയി അതിനുശേഷം ഞങ്ങൾ ഓരോ 1 by 1 വില്ലേജായിട്ട്, കാരണം ബസ്സിൻ്റെ ഇത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാനുണ്ട്. കുട്ടികളെല്ലാം ഉള്ളത് കാരണം നടക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നപ്പോഴാണ് അവിടെ ഒരു വെഹിക്കിൾ സർവീസ്, അതായത് ഓരോരോ ഇതിലേക്കും പോകാൻ വേണ്ടി വെഹിക്കിൾ സർവീസ് ഉണ്ട്. 10 dirhams ആണ് പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ആക്ച്വലി. എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ടൊരു ഡേ നല്ലൊരു ആംബിയൻസും ഇതൊക്കെ ആയിരുന്നു, അറ്റ്മോസ്ഫിയറൊക്കെ ആയിരുന്നു. പിന്നെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇത് ആഫ്രിക്കൻ വില്ലേജിലെത്തി. അവിടെയുള്ള ചെറിയൊരു ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എന്താ പറയുക, അത് നല്ല ടോട്ടലി അധികം ചൂടൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ അറ്റ്മോസ്ഫിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ സ്ഥലത്തും അതിൻ്റെ എന്താ പറയുക ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതാ ഞങ്ങൾ എക്സ്പ്ലോർ വില്ലേജൊക്കെ പോയി. പിന്നെ തിരിച്ച് വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് പാർക്കിങ്ങൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതാ എല്ലാം കാലിയായി, എല്ലാവരും ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര നോയ്സ് ആയത് കാരണമാണ് ആ ഒരു ഇതിടാണ്ട് വോയിസ് ഓവർ ഇട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഇത് മാച്ച് ആവാതെ പോലെ തോന്നും.